എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകം 26 അധ്യായം അതിൻ്റെ 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുന്നത്. അവിടെ തിരുനിവാസത്തിൻ്റെ കൂടാരം പണിയുന്നതിന് മുമ്പേ ചില പലക, അതുപോലെ തന്നെ സോക്കറ്റുകൾ, റിങ്ങുകൾ, കൂടാതെ ബാറുകളും ഉപയോഗിച്ച് അല്ലെങ്കിൽ കോലുകൾ ഉപയോഗിച്ച്, അതായത് തിരുനിവാസത്തിൻ്റെ രൂപം കൊടുക്കുന്നത് ഈ പലകളെ നേരെ നിർത്തി സോക്കറ്റിൻ്റെ മേൽ, വെള്ളി കൊണ്ടുള്ള സോക്കറ്റിൻ്റെ മേൽ ഇതിനെ നേരെ നിർത്തി ആ ഓരോ പലകകളിലും റിങ്ങുകൾ ഘടിപ്പിച്ചിട്ട് ആ റിങ്ങുകളിൻ്റെ ഉള്ളിൽ കൂടി കോലുകളിട്ടാണ് ഈ പലകളെ എല്ലാം നേരെ നിർത്തുന്നത്. ഇത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്ന് അത് എന്തിനെയാണ് സൂചിപ്പിച്ച് കാണിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഈ പലകകളെല്ലാം നേരെ നിർത്തും. അത് അക്കേഷ്യ തടി വെച്ചുള്ള പലകകളാണ്. അതേപോലെ കോലുകളും അക്കേഷ്യ തടികളാണ്. സോക്കറ്റുകൾ മാത്രം വെള്ളി കൊണ്ടും അതിൻ്റെ റിങ്ങുകൾ, അതായത് ഈ പലകകളെ പലകകളിൽ ഘടിപ്പിച്ചേക്കുന്ന വളയം എന്ന് പറയുന്നത് സ്വർണം കൊണ്ടും, മുഴുവൻ പലകളും സ്വർണം പൂശിയതും, അതേപോലെ തന്നെ ഈ കോലുകളും ഈ പലകളുടെ കൂടി നേരെ നിർത്തുന്ന കോലുകളെല്ലാം അക്കേഷ്യ തടി വെച്ചുപയോഗിച്ചിട്ട് സ്വർണം കൊണ്ട് പൂശിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ പലകളെല്ലാം നേരെ നിർത്തുന്നത് അതിനെ ഭൂമിക്കടിയിലോട്ട് ഫൗണ്ടേഷനുകളൊന്നുമില്ല. നേരെ നിർത്തുന്നത് ഇതിനെ ഈ വെള്ളി കൊണ്ടുള്ള സോക്കറ്റുകളാണ് ഇതിനെ നേരെ നിർത്തുന്നത്. എങ്കിൽ പോലും അത് തന്നെയല്ല ഇതിനെ നേരെ നിർത്തുന്ന കോലുകളുണ്ട്, അതേപോലെ തന്നെ വളയങ്ങളുണ്ട്. ഇതിനെയെല്ലാം വെച്ച് വേണം തിരുനിവാസത്തിൻ്റെ കൂടാരം പണിഞ്ഞിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഓരോ പാളികൾ വിരിക്കുന്നത്. ആശ്ചര്യപ്പെടാനുള്ളത്, ഇതെങ്ങനെയാണ് നേരെ നിൽക്കുന്നത്? ഭൂമിക്കടിയിലോട്ട് അത് ഫൗണ്ടേഷനില്ല. ഇതിനെ നേരെ നിർത്തുന്നത് സോക്കറ്റുകൾക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ കാരണമാണ് ഇത് നേരെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ബോർഡുകൾക്ക് പറയാൻ പറ്റത്തില്ല, ആരുടെയും സഹായം ആവശ്യമില്ല, ഞാനാണ് ഇതിനെ നേരെ നിർത്തുന്നത്. ചിന്തിക്കുക, വളയങ്ങൾ, ഈ കോലുകൾ ഇട്ടേക്കുന്ന വളയങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, ഈ വളയങ്ങൾ ഞാൻ കാരണമാണ് കോലുകളെല്ലാം നേരെ നിർത്തുന്നത്, അല്ലെ ഒന്നിച്ചിതിനെ നിർത്തുന്നത്. കോലുകൾക്ക് പറയാനൊക്കത്തില്ല, പലകളും സോക്കറ്റിൻ്റെ ആവശ്യമില്ല, ഞാൻ കാരണമാണ് ഇതിനെ നേരെ നിർത്തുന്നത്. ഇത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ നമ്മുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ്. കാരണം അത് അതായത് ക്രിസ്തു ആകുന്ന സഭ, അതായത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ളിൽ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഈ 1 കൊരിന്ത്യർ 12 അധ്യായം 4 മുതൽ 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമുണ്ട്. കൃപാവരങ്ങൾ അതിന് വ്യത്യാസമുണ്ട്, പക്ഷെങ്കിൽ ആത്മാവ് ഒന്നാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, എങ്കിലോ കർത്താവ് ഒന്നാണ്. വീര്യപ്രവർത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലോ ദൈവം ഒന്നാണ്. അത് ഒരേ ദൈവമാണ്. അപ്പം ഈ ശരീരമാകുന്ന ക്രിസ്തു, അതായത് ദൈവത്തിൻ്റെ മന്ദിരമാണല്ലോ സഭ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ശരീരമാണ് കൂടി വരുന്ന വിശ്വാസികളായിട്ടുള്ളവർ എല്ലാവരും. ഇവർക്കെല്ലാം ഓരോരുത്തരും അതതിൻ്റെ സ്ഥാനത്ത് ദൈവമാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. അത് ആർക്കും സഭയ്ക്കുള്ളിൽ, അതായത് ക്രിസ്തുവാകുന്ന ശരീരത്തിനുള്ളിൽ ഒരു അവയവങ്ങൾക്കും പറയാൻ, ഒരു സഭയുടെ ഒരു മെമ്പറിനും പറയാനൊക്കത്തില്ല, ഞാൻ കാരണമാണ് ഈ സഭ നേരെ നിൽക്കുന്നത്, അല്ലെ ഞാൻ കാരണമാണ് ഈ കൂടിവരവ് ഇവിടെ തുടങ്ങിയത്
ഇതിൻ്റെ എല്ലാം ഉത്തരം ആ 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് ആത്മാവ് ഇച്ഛിക്കുന്നത് പോലെ ഓരോരുത്തർക്കും പകർത്ത് കൊടുക്കുന്നത്, അതായത് കൃപാവരങ്ങൾ പകർത്ത് കൊടുക്കുന്നത് ഒരേ ആത്മാവാണ്. ആരുടെ ഇച്ഛപ്രകാരമാണ്, ആരുടെ വില്ല് പ്രകാരമാണ്? ആത്മാവിൻ്റെ വില്ല് പ്രകാരം. അതായത് മനുഷ്യൻ്റെ ഇച്ഛാപ്രകാരമല്ല. ഇന്ന് ഈ ക്രിസ്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ കൃപാവരങ്ങളും ശുശ്രൂഷകളും വീര്യപ്രവർത്തികളും. മനുഷ്യനെ ആകർഷിക്കാൻ, മനുഷ്യൻ്റെ ഇച്ഛാശക്തി പ്രകാരം മനുഷ്യനെ ആകർഷിപ്പിക്കാനായിട്ട് പല സർക്കസുകളാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ നടക്കുന്നത്. പക്ഷെങ്കിൽ മറന്നു പോകുന്നത് ഒരേ ആത്മാവാണ്. മനുഷ്യൻ മറന്നു പോകുന്നത് ഇത് ഒരേ കർത്താവാണ്. മനുഷ്യൻ മറന്നു പോകുന്നത് ഒരേ ദൈവം തന്നെയാണ് ഈ സഭയെ നേരെ നിർത്തുന്നത്. ഒരാൾക്കും പറയാം, വളയത്തിന് മുമ്പേ പറഞ്ഞതുപോലെ വളയത്തിനോ അല്ലെങ്കിൽ കോലുകൾക്കോ പലകയ്ക്കോ സോക്കറ്റുകൾക്കോ ഇതിനൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ കാരണമാണ് കൂടാരം നേരെ നിൽക്കുന്നത്. ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ സഭ. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് അക്കേഷ്യ തടി, അതായത് ക്രിസ്തുവിൻ്റെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന അക്കേഷ്യ തടിയും കൊണ്ട് ഉണ്ടാക്കുന്ന കൂടാരത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അക്കേഷ്യ തടി എന്തുകൊണ്ടാണ് അക്കേഷ്യ തടി? യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ ശരീരം, മനുഷ്യൻ്റെ ശരീരം 100% മനുഷ്യനായ യേശു ക്രിസ്തു. അതായത് നമുക്കുള്ള പോലെയുള്ള ശരീരമല്ലായിരുന്നു ക്രിസ്തുവിൻ്റെ ശരീരം. ദ്രവത്വമില്ലാത്ത, കറപ്ഷൻ ഇല്ലാത്ത ശരീരം. അതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട. ക്രിസ്തുവിൻ്റെ ശരീരം. പാപികളായ നമ്മളാണ് ഓരോരുത്തരെയും ഒന്നാക്കി. ആരാണ് ഒന്നാക്കിയത്? ക്രിസ്തുവാണ് ഒന്നാക്കിയത്. ആരുടെ ഇച്ഛപ്രകാരമാണ്? ദൈവത്തിൻ്റെ ഇച്ഛപ്രകാരം. അതായത് ഇപ്പോൾ കൃപാവരങ്ങൾ, സഭയ്ക്കുള്ളിൽ കൃപാവരങ്ങളുണ്ട്. അത് ആരാണ് അതിന് കാരണമായത്? ആത്മാവിൻ്റെ ഇച്ഛപ്രകാരം താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം പകത്ത് കൊടുക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്. 1 കൊരിന്ത്യർ 12:11 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം. കാരണം 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ അവയവങ്ങൾ, ഓരോ കൂട്ടായ്മയിൽ വരുന്ന ഓരോ അവയവങ്ങൾ, അതായത് ഓരോ മെമ്പറുകളും ദൈവമാണ്. അത് ഒരു അവയവം വെച്ചല്ല ഒരു ശരീരം ദൈവം പണിഞ്ഞിരിക്കുന്നത്. ശരീരമൊന്നും, അതിന് അവയവങ്ങൾ പലതുമാണ്. ഒരു ശരീരത്തിനും പറയാൻ പറ്റത്തില്ല, ഞാൻ ഒറ്റ അവയവം കൊണ്ട്, അതായത് ചെവിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ ശരീരത്തിൽ. മൂക്കിന് പറയാൻ പറ്റത്തില്ല ഞാൻ മാത്രമാണ് ശരീരം. പലതാണ്, മെമ്പേഴ്സ് പലതാണ്. ഇതാണ് നമ്മൾ ഈ കൂടാരത്തിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഇത്രയും നല്ല തടി പലകകൾ, സ്വർണം പൂശിയ പലക, അതേപോലെ തന്നെ സ്വർണം കൊണ്ടുള്ള വളയം, അതേപോലെ തന്നെ സ്വർണം പൂശിയ കോലുകൾ, ഇതിൻ്റെ ഒന്നും ഭംഗി സഭയുടെ പുറത്തുനിന്ന് ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ മേൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട മൂടിയിരിക്കുകയാണ് 4 പാളികൾ വെച്ച്. അപ്പോൾ കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോഴേ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് കയറുമ്പോഴേ ഈ സ്വർണവും അതുപോലെ തന്നെ നേരെ നിർത്തിയിരിക്കുന്ന പലകകൾ, ഇതെല്ലാം അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ടെങ്കിൽ കൂടാരത്തിൻ്റെ ഉള്ളിൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ, അതായത് ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൻ്റെ ആ വെട്ടത്തിൽ, അതേപോലെ തന്നെ മറന്നു പോകണ്ടാത്ത ഒരു കാര്യമാണ് അപ്പം. ആ അപ്പം തരുന്ന വെളിച്ചത്തിൽ വേണം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ. അതായത് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന ആ ആഹാരത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ വചനം വെളിച്ചമാണ്, കാലിന് ദീപമാണ്. ആ ദീപം കൊണ്ട് വേണം ഇതിൻ്റെ ഉള്ളിലെ ഭംഗി ആസ്വദിക്കാൻ. അതായത് സഭയ്ക്കുള്ളിൽ
കുടിവരവിൻ്റെ ഉള്ളിൽ വേണം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ. ലോകത്തിന് അതിനെ ആസ്വദിക്കാൻ പറ്റുകയില്ല. അല്ലെ പുറമേ നിന്ന് സഭയുടെ ഭംഗി ആസ്വദിക്കാൻ ഒക്കുകയില്ല. അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ കൂടാരത്തിൻ്റെ ഉള്ളിൽ തന്നെ പ്രവേശിക്കണം. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം നോക്കുകയും 1 കൊരിന്ത്യർ 12:12 ശരീരമൊന്നും അതിന് അവയവവും പലതുമാണ്. അപ്പം പലതായ നമ്മൾ ഒരു ശരീരമാക്കിയത് ആര് മുഖാന്തരമാണ്? ക്രിസ്തു മുഖാന്തരം തന്നെയാണ്. 1 കൊരിന്ത്യർ 12:14 നമ്മൾ വായിക്കുന്നത് ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഒറ്റ ശരീരമല്ല, പല അവയവങ്ങളാണ് ഒരു ശരീരമാകുന്നത്. ഇതിനെയൊക്കെ ആരാണ് അതതിൻ്റെ സ്ഥാനത്താക്കിയിരിക്കുന്നത്? 1 കൊരിന്ത്യർ 12:18 നമ്മൾ വായിക്കുന്നു, ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം, മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമല്ല, തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വേർവേറായി വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന സ്ഥാനമാണ് ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനമെന്ന് പറയുന്നത്. ഇനിയും വളയമില്ലാതെ പറ്റുമോ കൂടാരം നേരെ നിൽക്കാൻ? പറ്റുകയില്ല. പലകയില്ലാതെ കൂടാരം നേരെ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെ കോലുകളില്ലാതെ പറ്റുമോ നേരെ നിൽക്കാൻ? പറ്റത്തില്ല. വെള്ളി കൊണ്ടുള്ള സോക്കറ്റ് അതില്ലാതെ പറ്റുമോ പലകകളെ നേരെ നിർത്താൻ? പറ്റത്തില്ല. ഇതിനെയൊക്കെ നേരെ നിർത്തുന്നത് നമുക്ക് കാണാം. മത്തായി സുവിശേഷം 16:18 നമ്മൾ വായിക്കുന്നു, പത്രോസിനോട് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിനോട് യേശുക്രിസ്തു പറയുന്ന കാര്യം, നീ പത്രോസാകുന്നു ഈ പാറമേൽ. അതായത് പത്രോസ് എന്ന് പറഞ്ഞാൽ ചെറിയ കല്ല്. ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ ക്രിസ്തു ആകുന്ന പാറ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ തന്നെ മനുഷ്യന് പലതവണയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 62:6-8 ഹീ ഓൺലി ഈസ് മൈ റോക്ക് ആൻഡ് മൈ സാൽവേഷൻ. അവനാണ് രക്ഷയുടെ പാറ. ആ രക്ഷയുടെ പാറയാണ് എൻ്റെ പരിചയം, എൻ്റെ ഫോർട്രസ്, എന്നെ നേരെ നിർത്തുന്ന, അല്ലെങ്കിൽ ഫോർട്രസ്, വഴുതി പോകാതെ നേരെ നിർത്തുന്ന ഈ പാറമേലാണ് ക്രിസ്തു സഭ പണിയുന്നത്. ചിന്തിക്കുക. കൂടാരം നേരെ നിൽക്കുന്നത് പാളികയിട്ട് മാത്രമല്ല, പലകകൾ ആവശ്യമാണ്, റിങ്ങുകൾ ആവശ്യമാണ്, ബാറുകൾ ആവശ്യമാണ്, കോലുകൾ ആവശ്യമാണ്, അതേപോലെ തന്നെ വളയങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട. സഭയ്ക്കുള്ളിൽ കയറുമ്പോൾ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത് അതതിൻ്റെ സ്ഥാനം ദൈവമാണ് നിയമിച്ചിരിക്കുന്നതെന്ന് മറന്നുപോകുന്നു. അതതിൻ്റെ സ്ഥാനങ്ങൾ, കൃപാവരങ്ങൾ ഒരേ ആത്മാവാണ് നൽകുന്നതെന്ന് മറന്നുപോകുന്നു. ഈ സഭയുടെ പരാജയം എന്ന് പറയുന്നത് മനുഷ്യനെ നിഗളം ഉയരുമ്പോൾ സഭയ്ക്ക് ഈ ശരീരം, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ എടുത്തു കാണിക്കാൻ സാധിക്കുന്നില്ല. ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ചിന്തകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.